Yes, good afternoon all. So in the last classes we discussed about air pollution, then the different air pollutants, etc. Okay. In this section we are going to deal with the air pollution by gaseous pollutants. നമുക്കറിയാം gaseous pollutants ഉണ്ട്, particulate pollutants ഉണ്ട് അല്ലേ. സോ അതിൽ gaseous pollutants, എയർ പൊല്യൂഷന് കാരണമാവുന്ന gaseous pollutants കുറിച്ചാണ് പഠിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് കാർബൺ, എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് സൾഫർ. ഇത് മൂന്നും നിങ്ങൾക്ക് കുറച്ചുകൂടി ഇലാബറേറ്റ് ചെയ്ത് പഠിക്കാനുണ്ട്. സോ ഫസ്റ്റ് വി ക്യാൻ ചെക്ക് എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് കാർബൺ. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കാർബണിൻ്റെ ഓക്സൈഡ്, ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സൈഡ്സ് ഓഫ് കാർബൺ ആർ CO, ദാറ്റ് ഈസ് കാർബൺ മോണോക്സൈഡ്. ഒരൊറ്റ ഓക്സിജൻ ഉള്ളൂ, അതുകൊണ്ട് കാർബൺ മോണോക്സൈഡ്. ആൻഡ് CO2, that is carbon dioxide. CO and CO2 are the major oxides of carbon. സോ അതിൽ ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് കാർബൺ മോണോക്സൈഡ് ആണ്. എന്തൊക്കെയാണ് ഇത്, എങ്ങനെ ഉണ്ടാവുന്നു, എന്തൊക്കെയാണ് ഇത് എയറിലുണ്ടായാലുള്ള പ്രശ്നങ്ങളാണ് നോക്കാം. So that is carbon monoxide. You know, carbon monoxide is the most abundant and widely distributed air pollutant. Air pollution വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എയർ പൊല്യൂട്ടൻ്റ് ആണ് കാർബൺ മോണോക്സൈഡ്. ആൻഡ് യു നോ, Automobiles are responsible for 80% of carbon monoxide in air pollution. അതായത് ടോട്ടൽ കാർബൺ മോണോക്സൈഡിലെ ഒരു 80% ഉണ്ടാവുന്നത് ഓട്ടോമൊബൈൽസ്, അതിലുള്ള ഫ്യൂവൽ ബേൺ ചെയ്തിട്ടാണ് കാർബൺ മോണോക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ജസ്റ്റ് വി ക്യാൻ ചെക്ക് ഹൗ ദിസ് കാർബൺ മോണോക്സൈഡ് ഫോംഡ് ഇൻ അറ്റ്മോസ്ഫിയർ ഫോർമേഷൻ. These carbon monoxides are formed by the incomplete combustion എന്ന് പറയാം നമുക്ക്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ കത്തുക അല്ലേ. അപ്പോൾ ഫ്യൂവൽ കത്തിയിട്ടാണല്ലോ ഓട്ടോമൊബൈൽസ് വർക്ക് ചെയ്യുന്നത്. അത് ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ, ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ട് കത്തും. അപ്പോഴാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാകുന്നത്. കംപ്ലീറ്റ് കമ്പസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇനഫ് ഓക്സിജൻ അവിടെ ഉണ്ടാവും. അപ്പം നോക്കി നോക്കൂ, ആവശ്യത്തിന് ഓക്സിജൻ ഉണ്ടാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആവും, ഇല്ല എങ്കിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവും. സോ ദ ഫസ്റ്റ് ഫോർമേഷൻ ഈസ് ദ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റ്യൻ ഓഫ് ഫ്യൂവൽസ് ഇൻ ഓട്ടോമൊബൈൽസ്. അതാണ് പ്രധാനമായിട്ടും കാർബൺ മോണോക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാനുള്ള കാരണം. ഓക്കെ, സോ നമ്മൾ എങ്ങനെ കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സോ ഫസ്റ്റ് വൺ ഈസ് ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫോസിൽ ഫ്യൂവൽസ്. ഫ്യൂവൽസ് കത്തുമ്പോഴുള്ള ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ കാരണമാണ് കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. പിന്നെ ഉണ്ടാവുന്നത് ബൈ ദ കമ്പസ്റ്റൻ ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽ. നമ്മൾ വീടുകളിൽ ഡൊമസ്റ്റിക് ഫ്യൂവൽസ് അത് ബേൺ ചെയ്യുമ്പോൾ ഉണ്ടാവും. ദെൻ ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്, ബേണിംഗ് ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽസ്, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്, ഡൊമസ്റ്റിക് വേസ്റ്റ്. നമ്മൾ വേസ്റ്റൊക്കെ കത്തിക്കുമ്പോഴൊക്കെ ഇൻകംപ്ലീറ്റ്, ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലെങ്കിൽ അവിടെ എന്താ ഉണ്ടാവുന്നത്, കാർബൺ മോണോക്സൈഡ്. സോ ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക. അതായത് കാർബൺ മോണോക്സൈഡിൽ 80% ഉണ്ടാവുന്നത് ഓട്ടോമൊബൈൽസ് കാരണമാണ്. ആൻഡ് ദ ഫോർമേഷൻ ദർ ആർ ഡിഫറെൻറ്റ് വേസ്. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് fossil fuels and the burning of domestic fuel, industrial fuel, domestic waste. പിന്നെ ഉണ്ടാവുന്നത് നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്, ആവശ്യത്തിന് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഓക്കെ, ആ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്താൽ, റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ റിഡക്ഷൻ എന്ന് പറയുന്നാൽ ഓക്സിജൻ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. അപ്പോൾ നോക്കൂ, ഇതിൽ നിന്ന് ഓക്സിജൻ റിമൂവ് ചെയ്ത് എന്താ ഉണ്ടാവുക, കാർബൺ മോണോക്സൈഡ് അല്ലേ. അങ്ങനെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അതിന് റിഡക്ഷൻ സംഭവിച്ചാലും എന്ത് സംഭവിക്കുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് സംഭവിക്കുന്നു, കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നു. പിന്നൊരു പോസിബിൾ വേ പറയുന്നത് ഡികമ്പോസിഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഡികമ്പോസിഷൻ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്ലിറ്റ് ചെയ്യും. ഇങ്ങനെ എഴുതാം നമുക്ക്, CO2 ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്താൽ COയും ഓക്സിജൻ ആറ്റമായി മാറും. നോക്കൂ, അപ്പോഴും കാർബൺ മോണോക്സൈഡ് ഉണ്ടായി. സോ വാട്ട് ആർ ദ വേരിയസ് വേസ് ഇൻ വിച്ച് കാർബൺ മോണോക്സൈഡ്സ് ആർ ഫോംഡ് ഇൻ അറ്റ്മോസ്ഫിയർ? ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് ഫോസിൽ ഫ്യൂവൽ, ബേണിംഗ് ഓഫ് ഡൊമസ്റ്റിക് ഫ്യൂവൽ, ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, ബേണിംഗ് ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റ്, റിഡക്ഷൻ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്, ഡികമ്പോസിഷൻ ഓഫ് കാർബൺ ഡൈ. സോ ഇത്രയും വേസിലൂടെയാണ് കാർബൺ മോണോക്സൈഡ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നത്. Now we want to study the problems related to
കാർബൺ മോണോക്സൈഡ്. നമ്മൾ എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നതെന്ന് മനസ്സിലാക്കി. നൗ വാട്ട് ആർ ദ പ്രോബ്ലം, ഈ പുള്ളിക്കാരനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. അതിന് മുന്നേ നമുക്കറിയാം, നമ്മൾ ബ്രെത്ത് ചെയ്യുമ്പോൾ സോ വി വിൽ ഇൻടേക്ക് ഓക്സിജനെ ഇൻടേക്ക് ചെയ്യും അല്ലേ. ദെൻ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് നമ്മൾ പുറത്ത് വിടുന്നത്. ഈ ഓക്സിജൻ നമ്മൾ ലങ്സിലേക്ക് എത്തുമ്പോൾ ഒരാൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ദാറ്റ് ഈസ് ഹീമോഗ്ലോബിൻ, HB, ഹീമോഗ്ലോബിൻ ഇൻ അവർ ബ്ലഡ് സെൽസിൽ എന്തുണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്. ഈ ഹീമോഗ്ലോബിനാണ് ഓക്സിജൻ്റെ അടുത്ത് നമ്മൾ ലങ്സിലെത്തിയിട്ട് ഓക്സിജനെ ക്യാരി ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളിലേക്കും ഓക്സിജൻ, അതായത് എല്ലാ സെല്ലുകളിലും വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ ആവശ്യമുണ്ട്. അപ്പോൾ ലങ്സിലേക്ക് നമുക്ക് നേരിട്ട് ഓക്സിജൻ എത്തുന്നുള്ളൂ. ദെൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ബോഡി എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അപ്പം നമ്മൾ ലങ്സിൽ നിന്ന് ഹീമോഗ്ലോബിൻ എന്ത് ചെയ്യും, ഓക്സിജനെ മേടിക്കും. ദാറ്റ് ഈസ് ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്തായി മാറും, HbO2. ഇതിനെ നമ്മൾ ഓക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറയുക. ഓക്സി ഹീമോഗ്ലോബിൻ. ഇതാണ് യൂഷ്വൽ റിയാക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്. ഈ ഹീമോഗ്ലോബിൻ നമ്മൾ ബ്ലഡ് ചെല്ലുന്നിടത്ത് എല്ലാതും ഉണ്ടാവുമല്ലോ. അപ്പോൾ ഏത് ഡിഫറെൻറ്റ് സെല്ലിലേക്ക് എത്തും, അവിടുന്ന് അവിടുന്ന് അത് ഓക്സിജനെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഇത് യൂഷ്വൽ പ്രോസസ്സ്. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കാർബൺ മോണോക്സൈഡ് പൊല്യൂട്ടഡ് ആയ ഏരിയയിൽ പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ബ്രെത്ത് ചെയ്യുമ്പോൾ വി വിൽ ബ്രെത്ത് ഓക്സിജൻ ആൻഡ് ഓൾസോ കാർബൺ മോണോക്സൈഡ്. അപ്പോൾ നമ്മൾ ഇൻടേക്ക് ചെയ്യും, കാർബൺ മോണോക്സൈഡിനെ കൂടി ഇൻടേക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഇൻടേക്ക് ചെയ്തപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ആരാണ് നിൽക്കുന്നത്, ഹീമോഗ്ലോബിൻ അവിടെ ഉണ്ട്. പക്ഷേ ഹീമോഗ്ലോബിനെ കാണുമ്പോഴേക്കും കാർബൺ മോണോക്സൈഡ് ഓടിച്ചെല്ലും, ഓക്സിജൻ എത്തുന്നതിൻ്റെ മുന്നേ ഓടിച്ചെല്ലും HBയുടെ അടുത്തേക്ക്. ദാറ്റ് മീൻസ് ദിസ് കാർബൺ മോണോക്സൈഡ് ഹാവ് ദ എബിലിറ്റി ദാറ്റ് ഈസ് 210 times മോർ റെഡിലി ദാൻ ഓക്സിജൻ. ഓക്സിജനേക്കാൾ 210 തവണ കൂടുതലാണ് കാർബൺ മോണോക്സൈഡിന് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യാനുള്ള എബിലിറ്റി. അപ്പോൾ എന്തുണ്ടാവും, കാർബൺ മോണോക്സൈഡാണ് ഹീമോഗ്ലോബിനുമായിട്ട് കമ്പൈൻ ചെയ്യുക. അല്ലെങ്കിൽ നമുക്ക് പറയാം ഹീമോഗ്ലോബിന് ഓക്സിജനേക്കാൾ ഇഷ്ടം, കൂടെ നിൽക്കാൻ ഇഷ്ടം കാർബൺ മോണോക്സൈഡുമായിട്ടുമാണ്. അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡ് ബ്രെത്തിങ് ഉണ്ടാകുമ്പോൾ ഹീമോഗ്ലോബിൻ വിൽ കമ്പൈൻസ് വിത്ത് കാർബൺ മോണോക്സൈഡ് ദാൻ ഓക്സിജൻ. So the carbon monoxide have more ability to combine with the hemoglobin than oxygen, about 210 times stronger than oxygen. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ എങ്ങനെ എഴുതാം, ഹീമോഗ്ലോബിൻ അതിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാർബൺ മോണോക്സൈഡ് ആണ്, ഓക്സിജൻ ഉണ്ടെങ്കിൽ തിരിഞ്ഞു നോക്കില്ല. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു HbCO അല്ലെങ്കിൽ COHb എന്നും എഴുതാം കേട്ടോ, രണ്ടും എഴുതാം. സോ ഇത് ഓക്സി ഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഇവരെ നമ്മൾ കാർബോക്സി ഹീമോഗ്ലോബിൻ എന്നാണ് പറയുന്നത് കേട്ടോ, കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നു. അപ്പോൾ ഇത് മനസ്സിലായോ, ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. ഇഫ് ദർ ഈസ് കാർബൺ മോണോക്സൈഡ് ഹാവ് മോർ ടെൻഡൻസി ടു കമ്പൈൻസ് വിത്ത് ഹീമോഗ്ലോബിൻ ദാൻ ഓക്സിജൻ, സോ ഇറ്റ് റെഡിലി ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. ഇനി ഉണ്ടായവരെ നോക്കുകയാണെങ്കിൽ ഇത് ഓക്സി ഹീമോഗ്ലോബിൻ, ഇത് കാർബോക്സി ഹീമോഗ്ലോബിൻ. ദിസ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഈസ് ഫൗണ്ട് ടു ബി 300 times more stable than oxy hemoglobin. ഓക്സി ഹീമോഗ്ലോബിനേക്കാൾ സ്റ്റേബിളാണ് കാർബോക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ എപ്പോഴും സ്റ്റേബിൾ ആണെന്ന് വെച്ചാൽ ആ റിയാക്ഷനാണ് എപ്പോഴും നടക്കുക. ഒരു റൂളാണ്. സ്റ്റെബിലിറ്റി കൂടുതലുള്ളത് ആരൊക്കെയാണെങ്കിൽ അതുണ്ടാവുന്ന റിയാക്ഷൻസാണ് കൂടുതൽ നടക്കുക. അപ്പോൾ മനസ്സിലായോ, ഓക്സിജൻ്റെ കൂടെ നമ്മൾ കാർബൺ മോണോക്സൈഡ് നമ്മൾ ശ്വസിക്കുകയാണെങ്കിൽ ഹീമോഗ്ലോബിൻ ദാറ്റ് റെഡിലി കമ്പൈൻസ് വിത്ത് കാർബൺ മോണോക്സൈഡ്. ഇങ്ങനെ കമ്പാരിസൺ മാത്രമല്ല, ഈ വില്ലൻ വേറൊരു കാര്യം കൂടിയും ചെയ്യും. ഈ കാർബൺ മോണോക്സൈഡ് വരുന്നതിൻ്റെ മുന്നേ കുറച്ച് ഓക്സി ഹീമോഗ്ലോബിൻ നമ്മുടെ അടുത്ത് ഉണ്ടാവുമല്ലോ നമ്മളെ ബ്ലഡിൽ. അവിടെ ചെന്നിട്ട് ഈ കാർബൺ മോണോക്സൈഡ് പറയും ഓക്സിജനോട് അവിടുന്ന് പൊയ്ക്കോളാൻ. കാർബൺ മോണോക്സൈഡിനെ കാണുമ്പോൾ തന്നെ പാവം പേടിച്ച് ഓക്സിജൻ പോവും. ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു HbCO+O2. അതായത് ഈ ഓക്സിജനെ അവിടുന്ന് മാറ്റിയിട്ട് കാർബൺ മോണോക്സൈഡ് ആ സ്ഥാനത്ത് കയറിയിരിക്കും.
ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് റിയാക്ഷൻസാണ് നടക്കുക. ഹീമോഗ്ലോബിൻ ദാറ്റ് റെഡ്ലി കമ്പൈൻസ് വിത്ത് കാർബൺ മോണോക്സൈഡ് ടു ഫോം കാർബോക്സി ഹീമോഗ്ലോബിൻ, ആൻഡ് ദിസ് കാർബൺ മോണോക്സൈഡ് ഹാവ് ദ എബിലിറ്റി ടു റീപ്ലേസ് ഓക്സിജൻ ഫ്രം ഓക്സി ഹീമോഗ്ലോബിൻ. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ഓക്സിജനെ കൂടി റിമൂവ് ചെയ്തിട്ട് അതും കൂടി എന്തായി മാറും? കാർബോക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദ ഓക്സിജൻ ഇൻടേക്കിംഗ് ഓർ ദ ഓക്സിജൻ ട്രാൻസ്പോർട്ടിംഗ് എബിലിറ്റി ഓഫ് ഹീമോഗ്ലോബിൻ ഓർ ദ ബ്ലഡ് വിൽ ഡിക്രീസ്. അല്ലേ, ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള എബിലിറ്റി ആർക്ക്? ഹീമോഗ്ലോബിന് കുറയും ഇഫ് ദർ ഈസ് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഹീമോഗ്ലോബിന് പകരം കാർബോക്സി ഹീമോഗ്ലോബിനാണ് ഉണ്ടാവുന്നത്. ഇനി അവർ അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്തോടെ നമ്മളെ ബാധിക്കുമോ അത്? Yes, that's sure. That means the transporting ability, oxygen transporting ability of blood decreases, and that causes asphyxiation. ആസ്ഫിക്സിയേഷൻ മീൻസ് നമുക്ക് ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടും. അതായത് ഓക്സിജൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമുക്ക് നോക്കൂ, നമ്മളിങ്ങനെ മൂക്ക് പൊത്തിപ്പിടിച്ചാൽ നമുക്ക് ശ്വാസം മുട്ടൽ തോന്നില്ല. അതുപോലെ തന്നെ ഓക്സിജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ വി വിൽ എക്സ്പീരിയൻസ് ആസ്ഫിക്സിയേഷൻ, ശ്വാസം മുട്ടലുണ്ടാവും. ഓക്കെ, നമ്മളൊരു 100 ppm മുകളിൽ, ppm എന്ന് പറയുന്നത് എമൗണ്ട്, ഇത്ര എമൗണ്ട് നമ്മൾ കിലോഗ്രാം മില്ലിഗ്രാം ഒക്കെ പറയില്ലേ, അതുപോലെ ഒരു പിന്നെ യൂണിറ്റാണ് ppm, പാർട്സ് പെർ മില്യൺ എന്നാണ് ഇതിനെ പറയുക കേട്ടോ, പാർട്സ് പെർ മില്യൺ. അപ്പോൾ ഒരു 100 ppm, അതായത് ചെറിയ എമൗണ്ടൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാനാണ് നമ്മൾ ppm ഉപയോഗിക്കുക. 100 ppmനേക്കാൾ കൂടുതൽ നമ്മൾ ഈ കാർബൺ മോണോക്സൈഡ് ഇൻഹെയിൽ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫീൽ മെൻ്റൽ അബറേഷൻസ്, നമുക്കൊരു സുഖമില്ലായ്മ തോന്നും. ഓക്കെ, ആൻഡ് ഹെഡേക്ക്, തലവേദന തോന്നാം നമുക്ക്. ദെൻ ഡിസിനെസ്, തലകറക്കം, ഡിസിനെസ് കാരണമാവും. ദെൻ നോസിയ, ഇങ്ങനെ നമുക്കിങ്ങനെ ഛർദ്ദിക്കാൻ തോന്നില്ലേ, അതൊരു ഓക്കാനിക്കുക എന്നൊക്കെ പറയും, ഓക്കാനിങ്ങനെ തോന്നും, നോസിയ തോന്നും. ദെൻ അത് മാത്രമല്ല നമ്മൾ ഛർദ്ദിക്കും ചെയ്യും. വോമിറ്റിങ്ങിന് കാരണമാവും. ദെൻ നമുക്ക് വിഷ്വൽ ഡിഫിക്കൽട്ടി, നമുക്ക് ശരിക്കും ഒരു കാഴ്ച മങ്ങുന്ന പോലെ നമുക്ക് അനുഭവപ്പെടും. ബ്രത്തിങ് ഡിഫിക്കൽട്ടി, ബ്രത്ത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ നമുക്കിങ്ങനെ തോന്നും. ആകെ ഒരു അൺകോൺഷ്യസ്നെസ് ലെവലിലേക്ക് എത്തും. ഇതൊക്കെ എന്താണ്? കാർബൺ മോണോക്സൈഡ് നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. മെൻ്റൽ അബ്രേഷൻ, ഹെഡ് ഏക്ക്, ഡിസിനസ്, നോസിയ, വോമിറ്റിംഗ്, വിഷ്വൽ ഡിഫിക്കൽട്ടി, ബ്രത്തിങ് ഡിഫിക്കൽട്ടി, അൺകോൺഷ്യസ്. ഓക്കെ, നമ്മളൊരു 750 ppm മുകളിലാണ് നമ്മൾ ഇൻഹെയിൽ, അത്രയും എമൗണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത്, നമ്മളുടെ മരണത്തിന് തന്നെ കാരണമാവും. ഇഫ് ദ എമൗണ്ട് ഓഫ് കാർബൺ മോണോക്സൈഡ് ഇൻടേക്ക് ഈസ് ഗ്രേറ്റർ ദാൻ 750 ppm ദാറ്റ് വിൽ ലീഡ്സ് ടു ഡെത്ത് ബൈ ആസ്ഫിക്സിയേഷൻ. ശ്വാസം മുട്ടിയിട്ട് നമ്മളുടെ മരണത്തിന് അത് കാരണമാവും. അതുകൊണ്ട് തന്നെ നല്ല ഒരു ഭയങ്കര സിറ്റികളിലൊക്കെ ട്രാഫിക് ജാമൊക്കെ കൂടിയ സമയത്ത്, അപ്പോൾ നോക്കൂ എല്ലാം ബേൺ ചെയ്യുകയാണല്ലേ, ട്രാഫിക് കൂടുമ്പോൾ എല്ലാ ഓട്ടോമൊബൈൽസിൽ നിന്നുള്ള ഗ്യാസ് പുറത്ത് വന്ന് കാർബൺ മോണോക്സൈഡ് കൂടുമ്പോൾ അവിടെ അടുത്തുള്ള കടകളിലും അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് തോന്നും. ആ ബുദ്ധിമുട്ടിൻ്റെ കാരണം ഇതാണ്, കാർബൺ മോണോക്സൈഡ് ഇൻടേക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ ഇതിനെ ബാധിക്കും. വി ക്യാൻ ഫീൽ ദീസ് സിംറ്റംസ്. ഓക്കെ, ഇനി നോക്കൂ, ആൾറെഡി നമുക്കിങ്ങനെ റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഒക്കെ ഉള്ള ആളുകൾക്ക് വളരെ ഈ 100 ppm കുറഞ്ഞ എമൗണ്ട് ബ്രെത്ത് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് വളരെ ഡിഫിക്കൽട്ടീസ് അനുഭവപ്പെടും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ സിഗരറ്റ് സ്മോക്കേഴ്സ് അല്ലെങ്കിൽ അവരുടെ നിയർ ബൈ പാസീവ് സ്മോക്കേഴ്സില്ലേ, അവരെല്ലാവരും ഈ സിഗരറ്റ് സ്മോക്കിങ്ങിലും ഈ കാർബൺ മോണോക്സൈഡ് റിലീസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും? ദാറ്റ് സിഗരറ്റ് സ്മോക്കേഴ്സ് ഓൾസോ ദ പാസീവ് സ്മോക്കേഴ്സ് വിൽ ഓൾസോ ഇൻഹെയിൽ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് CO. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ഹേർട്ട് ഡിസീസസ്. അപ്പോൾ ഈ ഹേർട്ട് ഡിസീസസിന് കാരണം തന്നെ ഈ കാർബൺ മോണോക്സൈഡ് ഇൻടേക്കാണ്. ഓൾസോ നമ്മൾ പ്രഗ്നൻറ്റ് ലേഡീസ്, അവർ പ്രഗ്നൻറ്റ് ലേഡീസ് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ പാടില്ല പറയും, അവരുടെ മുന്നിൽ വെച്ച് സിഗരറ്റ് സ്മോക്ക് ചെയ്യാൻ പാടില്ല പറയും അല്ലേ. കാരണം ഇതാണ്, കാർബൺ മോണോക്സൈഡ് ഇൻടേക്കാണ്. ആൻഡ് ദാറ്റ് മേ ലീഡ്സ് ടു അബോർഷന് കാരണമാവാം, പ്രിമച്വർ ബേബി ഡെലിവറിക്ക് കാരണമാവാം, അല്ലെങ്കിൽ നമ്മുടെ ഡിഫോർമിറ്റീസ് ഇൻ ബേബീസിന് വരെ ഇത് കാരണമാവാം, കാർബൺ മോണോക്സൈഡ് ഇൻഹലേഷൻ. ഓക്കെ, ദെൻ നമ്മളെ മാത്രമല്ല ഈ കാർബൺ മോണോക്സൈഡ് ബാധിക്കുക, ദാറ്റ് വിൽ എഫക്റ്റ് പ്ലാന്റ്സ് ഓൾസോ. പ്ലാന്റ്സിന് വന്നു വെച്ചാൽ കാർബൺ മോണോക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കൂടുതലാണെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ലീഫ് ഡ്രോപ്സ്, ഇലകളൊക്കെ
കൊഴിഞ്ഞു പോവും. ലീഫ് കേളിങ് ഇങ്ങനെ ചുരുണ്ട്, നമുക്ക് ചില ഈ ചെമ്പരത്തിക്കൊക്കെ കണ്ടിട്ടില്ലേ മക്കളെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നു, അതെനിക്ക് തോന്നുന്ന ഒരു ഫംഗസാണ് തോന്നുന്നു കേട്ടോ. അല്ല ചുരുണ്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണില്ലേ നമ്മുടെ ചെടികളുടെയൊക്കെ ഇലകൾ. അപ്പോൾ കാർബൺ മോണോക്സൈഡ് കാരണം കേളിങ് ഉണ്ടായിരിക്കും. ദെൻ റിഡക്ഷൻ ഇൻ ലീഫ് സൈസ്, ലീഫിൻ്റെയൊക്കെ സൈസ് കുറയാം. ദെൻ ക്ലോറോഫിൽ, നമ്മളുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പ്ലാന്റ്സിൽ ക്ലോറോഫിൽ അല്ലേ. സോ ക്ലോറോഫിൽ കണ്ടൻറ്റ് കുറയും. ദെൻ പ്രിമച്വർ ഏജിനിങ് പ്ലാന്റ്സ് പെട്ടെന്ന് വയസ്സാവർക്കൊക്കെ. ഓക്കെ, സോ ഇഫ് ദർ ഈസ് ഇനഫ് കാർബൺ മോണോക്സൈഡ്, അവർക്ക് കാർബൺ ഡൈ ഓക്സൈഡാണ് വേണ്ടത്. സോ നമ്മളെ ബാധിക്കുന്ന പോലെ തന്നെ ദാറ്റ് വിൽ എഫക്ട്സ് പ്ലാന്റ്സ് ഓൾസോ, ലൈക്ക് ലീഫ് ഡ്രോപ്സ്, ലീഫ് curling, reduction in plants, that is leaf size, premature aging in plants, decrease in chlorophyll content, etc. കാര്യം മനസ്സിലായോ? അപ്പോൾ നമ്മൾ കാർബൺ മോണോക്സൈഡിനെ കുറിച്ചാണ് പഠിച്ചത്. എങ്ങനെ ഉണ്ടായി പഠിച്ചു, എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുന്നത് അതിനുള്ള കാരണം. അപ്പോൾ ആ പ്രോബ്ലംസ് കാരണം നമുക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വരും, പ്ലാന്റിലുള്ള എഫക്റ്റും പഠിച്ചു. സോ എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് കാർബണിൽ നമ്മൾ കാർബൺ മോണോക്സൈഡ് പഠിച്ചു. പുള്ളിക്കാരൻ്റെ ഏട്ടനാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ, എന്താണ് കാർബൺ ഡൈ ഓക്സൈഡ് നോക്കാം. ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് ഓൾസോ എൻ എയർ പൊല്യൂട്ടൻ ഇഫ് ഇറ്റ് ഈസ് ഇൻ ഹയർ കോൺസെൻട്രേഷൻ. നമുക്കറിയാം നമ്മൾ അറ്റ്മോസ്ഫിയറിൽ കാർബൺ ഡൈ ഓക്സൈഡ് വേണം, ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഇൻ ഹയർ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഡെഫിനിഷനിൽ പ്രത്യേകം പറയുന്നുണ്ട് അല്ലേ, കണ്ടാമിനേഷൻ ബൈ ഫോറിൻ സബ്സ്റ്റൻസ് ദാൻ ഇറ്റ്സ് നാച്ചുറൽ അബണ്ടൻസ് എന്ന് പറയുന്നുണ്ട്. നാച്ചുറൽ അബണ്ടൻസിനേക്കാൾ കൂടുതലാവുമ്പോഴാണ് ഇവരൊക്കെ പ്രശ്നമാവുന്നത്. സോ അതാണ് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എഫക്റ്റ്. ദെൻ ഹൗ ദിസ് കാർബൺ ഡൈ ഓക്സൈഡ് ആർ ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ? No doubt it is due to the combustion of fossil fuels. Fossil fuels like coal, petrol, diesel അങ്ങനെയുള്ള ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോൾ, കമ്പസ്റ്റൻ നടക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നത്. ആൻഡ് ഓൾസോ ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ്, ദെൻ വേരിയസ് ഫാക്ടറീസ്, വെഹിക്കിൾസ് എക്സെട്ര, അതിൽ നിന്നൊക്കെ കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. വേറൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഡീഫോറസ്റ്റേഷനാണ് അല്ലേ. ഫോറസ്റ്റ്, അതായത് നമുക്ക് മരങ്ങളാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡീഫോറസ്റ്റേഷൻ നടന്നു വെച്ചാൽ ആ ബാലൻസ് തെറ്റിപ്പോവും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എമൗണ്ട് തെറ്റിപ്പോവും. ദാറ്റ് വിൽ ലീഡ്സ് ടു ഇനോർമസ് എമൗണ്ട് ഇൻ അറ്റ്മോസ്ഫിയർ. സോ ഡീഫോറസ്റ്റേഷൻ, ഇതൊക്കെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ. കമ്പസ്റ്റൻ ഓഫ് ഫോസിൽ ഫ്യൂൽസ്, തെർമൽ പവർ പ്ലാന്റ്സ്, ഫാക്ടറീസ്, വെഹിക്കിൾസ് എക്സെട്ര, ആൻഡ് ഓൾസോ ഡ്യൂ ടു ഡീഫോറസ്റ്റേഷൻ. പിന്നെ വേറൊന്ന് പറയുന്നത് ഡിക്കമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ. ഡിക്കമ്പോസിഷൻ ഓഫ് ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുണ്ണാമ്പ് കല്ല്. അതെന്തിനാ വെച്ചാൽ നമ്മൾ സിമൻറ്റ്, നമുക്കറിയാം ഡേ ബൈ ഡേ നമുക്കറിയാം ബിൽഡിങ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യണം, അതിൽ റോ മെറ്റീരിയൽ സിമൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. സിമൻറ്റ് ഉണ്ടാക്കുന്നത് ലൈംസ്റ്റോൺ വെച്ചിട്ടാണ്. അപ്പോൾ ഡ്യൂറിങ് ദി സിന്തസിസ് ഡിക്കമ്പോസ് ചെയ്യും, ലൈംസ്റ്റോൺ ഡിക്കമ്പോസ് ചെയ്യും, അങ്ങനെയും കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഡിഫറെൻറ്റ് വേസിലൂടെ കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടാവുന്നുണ്ട്. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ബിക്കോസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആഫ്റ്റർ മത്ത് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് പൊല്യൂഷൻ ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് ആൻഡ് ഗ്ലോബൽ വാർമിംഗ്. നമ്മളിന്ന് എല്ലാവരും കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഗ്ലോബൽ വാർമിംഗ് അല്ലേ. ഇത് നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. അപ്പോൾ നമുക്ക് ആ സെക്ഷനിൽ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ കൂടുതൽ പഠിച്ചത് കാർബൺ മോണോക്സൈഡാണ്. ഫോർമേഷൻ നിങ്ങൾ മനസ്സിലാക്കൂ. ദെൻ ഗ്ലോബൽ വാർമിംഗ് എന്താണെന്നുള്ളത് നമ്മളൊരു വേറൊരു സെക്ഷനിൽ പഠിക്കും. നെക്സ്റ്റ് ടോപ്പിക് ഓഫ് സ്റ്റഡി ഈസ് എയർ പൊല്യൂഷൻ ബൈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. നൈട്രജൻ്റെ ഓക്സൈഡ്സിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ദേ ആർ NO, നൈട്രിക് ഓക്സൈഡ്, N2O, നൈട്രസ് ഓക്സൈഡ്, NO2, നൈട്രജൻ ഡയോക്സൈഡ്, N2O3, ഡൈനൈട്രജൻ ട്രയോക്സൈഡ്, N2O5, ഡൈനൈട്രജൻ പെൻഡോക്സൈഡ്. ഇതാണ് വേരിയസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. ഇവരെല്ലാവരും പ്രശ്നക്കാർ തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വി വോണ്ട് ടു സ്റ്റഡി ദ ഫോർമേഷൻ. എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറിൽ ഇത് ഫോം ചെയ്യുന്നത്? നോ ഡൗട്ട് ദ ഫസ്റ്റ് വൺ ഈസ് ദ ഓട്ടോമൊബൈൽ എക്സോസ്റ്റ്. ഓട്ടോമൊബൈൽസ് എന്ന് വരുന്ന എക്സ്ഹോസ്റ്റ് ഗ്യാസിൽ നിന്നാണ് ഇവ അറ്റ്മോസ്ഫിയറിലേക്ക് വരുന്നത്. ദെൻ ബൈ ഇഫ്ലുവൻ ഗ്യാസസ്, നമ്മൾ വേരിയസ് ഫാക്ടറീസ് പുറത്തുവിടുന്ന ഇഫ്ലുവൻ ഗ്യാസസ് ലൈക്ക് ഇലക്ട്രിക് പവർ ഫാക്ടറീസ്, പിന്നെ നമ്മുടെ ഫെർട്ടിലൈസർ ഫാക്ടറീസ്, നൈട്രജൻ ഉപയോഗിക്കുക, ഫെർട്ടിലൈസേഴ്സിലൊക്കെ നൈട്രജൻ ഉണ്ടായിരിക്കുമല്ലോ, ഫെർട്ടിലൈസേഴ്സ് ഫാക്ടറീസ്. ദെൻ എക്സ്പ്ലോസീവ്സ്, നൈട്രജൻ പ്രധാനപ്പെട്ടൊരു കണ്ടൻറ്റാണ് എക്സ്പ്ലോസീവ്സ്. അപ്പോൾ എക്സ്പ്ലോസീവ്സ് ഉണ്ടാക്കുന്ന ഫാക്ടറീസ്. ദെൻ ഗോൾഡ് ജ്വല്ലറി വർക്ക്സ്,
ഗോൾഡ് ജ്വല്ലറി വർക്ക്സ്, അതിലൊക്കെ ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വരുന്നുണ്ട്. പിന്നെ വരുന്നത് നൈട്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്തിട്ട് നൈട്രിക് ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട്. ദെൻ ഈ നൈട്രിക് ഓക്സൈഡ് വീണ്ടും ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് നൈട്രജൻ ഡയോക്സൈഡ്, അങ്ങനെ വേരിയസ് റിയാക്ഷൻസും ഇതുവഴിയാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ അറ്റ്മോസ്ഫിയറിൽ വരുന്നത്. അതിൽ NO അത്ര പ്രശ്നക്കാരനല്ല, ബട്ട് NO2 ഈസ് വെരി ഡേഞ്ചറസ്. ആൻഡ് ഹൈലി ട്രാഫിക് ഏരിയാസിലൊക്കെ, ഹൈലി പൊല്യൂട്ടഡ് ഏരിയാസിലൊക്കെ നമുക്കൊരു റെഡ് ഹെയ്സ് കാണാൻ പറ്റും, ഒരു പുക പോലെ ഒരു റെഡ് കളേർഡ് ഹെയ്സ് കാണാൻ പറ്റും. ആൻഡ് ദാറ്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ്റെ ഓക്സൈഡുകൾ കാരണമാണ് ഇങ്ങനൊരു റെഡ് ഹെയ്സ് കാണുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബയോളജി മറ്റേ ബോട്ടണി കുട്ടികൾക്ക് അറിയാം, നമ്മൾ സോൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ നൈട്രേറ്റിൻ്റെ ടെസ്റ്റ് ചെയ്യില്ലേ മക്കളെ, അപ്പോൾ നോക്കൂ NO2 ഗ്യാസ് ഒരു റെഡ് ഫ്യൂംസ് വരികയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കും നൈട്രേറ്റ് ഉണ്ട് അതിലെന്ന് അല്ലേ. അങ്ങനെ ഒരു റെഡ് ഹെയ്സ് ആണെങ്കിൽ ദാറ്റ് മീൻസ് ദ ഏരിയ ഈസ് ഹൈലി പൊല്യൂട്ടഡ് വിത്ത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണ്ടാവണമെന്ന് മനസ്സിലാക്കി. നൗ വി വാണ്ട് ടു സ്റ്റഡി ദ ഹാംഫുൾ എഫക്ട്സ് ഓർ ദ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. And that NO2 that is having an irritating effect on mucous membrane. നമ്മുടെ മ്യൂക്കസ് മെംബ്രെയിൻ ഇല്ലേ മക്കളെ, ആ മ്യൂക്കസ് മെംബ്രെയിന് അത് ഇറിറ്റേറ്റിംഗ് എഫക്റ്റാണ്. NO2 നമ്മൾ വല്ലാതെ ഇൻഹെയിൽ ചെയ്താൽ ദാറ്റ് വിൽ എഫക്റ്റ് ഓൺ mucous membrane and that will leads to bronchitis, and high dosage will leads to bronchitis and respiratory problems. ശ്വാസം മുട്ടൽ പോലെയുള്ള respiratory problems ഉണ്ടാവും. It will affect the mucous membrane, it will leads to bronchitis and respiratory problems. ഒരു 3 ppm എമൗണ്ട് ഒരു 1 hour നമ്മൾ ഇൻഹെയിൽ ചെയ്ത് കഴിഞ്ഞു വെച്ചാൽ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വരും. ആൻഡ് കുറച്ചുകൂടി ഹൈ എമൗണ്ട് ഒരു 150 to 200 ഒക്കെ വരുമ്പോൾ ദാറ്റ് മേ ലീഡ്സ് ടു ഫൈബ്രോട്ടിക് ചേഞ്ച്. ഇതിൻ്റെ ഫൈബ്രോട്ടിക് ചേഞ്ച് ഇൻ ലങ്സിനുള്ള ഫൈബ്രോട്ടിക് ചേഞ്ചസിന് കാരണമാവും. ഓക്കെ, ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്ട്രപ്റ്റ് ദ സെല്ലുലാർ എൻസൈം സിസ്റ്റത്തിനെയൊക്കെ അത് ബാധിക്കും, സെല്ലുലാർ എൻസൈം സിസ്റ്റത്തിനെ ബാധിക്കും. ആൻഡ് പൾമിനറി ഹെമറേജിന് കാരണം, പൾമണറിയെ അത് ബാധിക്കും, പൾമണറി ഹെമറേജസിന് കാരണമാവും. ഹെമറേജ് അപ്പോൾ അതായത് ബ്ലീഡിങ് വരും. ഹെമറേജസിന് കാരണമായിട്ട് ഡെത്ത് തന്നെ ഉണ്ടാവാം ഹൈ ഡോസേജ് വരുമ്പോൾ. ഓക്കെ, ആൻഡ് വീണ്ടും ന്യൂമോണിയയ്ക്ക് കാരണമാവും, ന്യൂമോണിയ, ലങ് ക്യാൻസർ, പിന്നെ ഇൻറ്റേർണൽ ബ്ലീഡിങ്, ഇതിനൊക്കെ കാരണമാവും. ദെൻ the cigarette smokers, അതിലും സിഗരറ്റ് സ്മോക്കിംഗ് അതിൽ നന്നായിട്ട് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഉണ്ട്. ദാറ്റ് വിൽ ലീഡ്സ് ടു ലങ് ഡിസീസസ് ആൻഡ് ലങ് ക്യാൻസർ. ലങ് ഡിസീസസിനും ലങ് ക്യാൻസറിനും വരെ കാരണമാവും. സോ വാട്ട് ആർ ദ ഹാംഫുൾ എഫക്ട്സ്? ഇറ്റ് വിൽ എഫക്റ്റ് ദ മ്യൂക്കസ് മെംബ്രെയിൻ ആൻഡ് ഇറ്റ് വിൽ ലീഡ്സ് ടു ബ്രോങ്കൈറ്റിസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്. ഇഫ് ഇറ്റ് ഇൻഹെയിൽ ഫോർ 3 ppm for 1 hour, it will cause bronchoconstriction, and if it is higher dosage, that will change the fibrotic, there will occur fibrotic changes. It will affect the enzymes, and it can affect the pulmonary and leads to pulmonary hemorrhages and to death itself. Then pneumonia, lung cancer, internal bleeding ഒക്കെ ഉണ്ടാക്കും. സിഗരറ്റ് സ്മോക്കേഴ്സിലെ ആക്റ്റീവ് സ്മോക്കേഴ്സിനും പാസീവ് സ്മോക്കേഴ്സിനെ ഒരുപോലെ ബാധിക്കും. ലങ് ക്യാൻസർ, ലങ് ഡിസീസിനൊക്കെ ഇത് കാരണമാവും. ഓക്കെ, സോ നമ്മൾ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ പ്രധാനപ്പെട്ട വേറൊരു ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ഈസ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഫോർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോട്ടോ കെമിക്കൽ സ്മോഗ് അത് ഫോം ചെയ്യും. സ്മോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. സ്മോക്കിൻ്റെയും ഫോഗിൻ്റെയും കോമ്പിനേഷനാണ് സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുക, ഫോഗ് എന്ന് പറഞ്ഞാൽ മൂടൽമഞ്ഞ് അല്ലേ. അതിൻ്റെയും രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് സ്മോക്ക്. അതിൽ ഫോട്ടോ കെമിക്കൽ സ്മോഗിന് കാരണമാകുന്നത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ ആണ്. അതായത് ദീസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വിൽ കമ്പൈൻ വിത്ത് ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻസ്. നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രോ കാർബൺ പൊല്യൂട്ടൻസുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാവുന്നത്.
ഇതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാനുണ്ട്, നെക്സ്റ്റ് സെക്ഷനിൽ അത് പഠിക്കും. സോ ദ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കമ്പൈൻസ് വിത്ത് ഹൈഡ്രോകാർബൺ പൊല്യൂട്ടൻസ് ടു ഫോം ഫോട്ടോകെമിക്കൽ സ്മോക്ക്. അത് നമുക്കൊരു ബ്രൗൺ ഹേസ് ആയിട്ടാണ് തോന്നുന്നത്, ഒരു ബ്രൗൺ കളേർഡ് ഒരു മൂടൽ മഞ്ഞ് പോലെ നമുക്കത് അനുഭവപ്പെടും. ആൻഡ് ദിസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക് ഈസ് ഓൾസോ ടേംഡ് ആസ് ലോസ് ഏഞ്ചലസ് സ്മോക്ക് എന്നുകൂടി ഇതിനെ പറയും. Los Angeles smoke because it was first observed in the city of Los Angeles in 1994. അന്നാണ് അവിടെ ആദ്യമായിട്ട് ഇത് കണ്ടത്. സോ ഈ ഫോട്ടോകെമിക്കൽ സ്മോഗിനെ നമ്മൾ ലോസ് ഏഞ്ചലസ് സ്മോഗ് എന്നുകൂടി പറയും. ഇതെന്താ ഉണ്ടാവുക വെച്ചാൽ ദാറ്റ് വിൽ ഇറിറ്റേറ്റ് ഐ, നമ്മളുടെ ഐനെ ഇറിറ്റേറ്റ് ചെയ്യും, നോസ്, ത്രോട്ട്, നമ്മളെ വിസിബിലിറ്റി കുറയും. ഇത് കൂടുതൽ നമ്മൾ പഠിക്കും കേട്ടോ. അപ്പോൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ദിസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കോസസ് ഫോട്ടോകെമിക്കൽ സ്മോക്ക്. ഫോട്ടോകെമിക്കൽ സ്മോഗ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സ്മോക്ക് ആൻഡ് ഫോഗ്. ദിസ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വിൽ follows some photochemical reaction with hydrocarbons, and it appears like a brown haze, and it will irritate eye, nose, throat. It will decrease the visibility, and it was first observed in Los Angeles during the year 1994. So the name Los Angeles smoke. Okay, ഇനി നമുക്കറിയാം വേറൊരു കാര്യം, ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുണ്ടെങ്കിൽ ദാറ്റ് വിൽ കമ്പൈൻസ് വിത്ത് വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് HNO3 ഉണ്ടാവും. HNO3 പറഞ്ഞാൽ നൈട്രിക് ആസിഡ് ഫോം ചെയ്യും. ആ നൈട്രിക് ആസിഡ് ഫോം ചെയ്യുന്നത് മഴയുടെ കൂടെ നമ്മളുടെ താഴേക്ക് എത്തും. അതിനെ നമ്മൾ ആസിഡ് റെയിൻ എന്ന് പറയും. സോ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ വിൽ കമ്പൈൻ വിത്ത് വാട്ടർ ടു ഫോം നൈട്രിക് ആസിഡ്. ഇറ്റ് വിൽ ഫോൾ വിത്ത് റെയിൻ ടേംഡ് ആസ് ആസിഡ് റെയിൻ. സോ ആസിഡ് റെയിനും ഈ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കാരണമാവുന്നുണ്ട്. ആസിഡ് റെയിനും നമ്മളിനി കൂടുതലായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആൻഡ് ദാറ്റ് വിൽ എഫക്റ്റ് ദ പ്ലാന്റ്സ് ഓൾസോ. പ്ലാന്റ്സിന് എന്താണ് ഇത് പ്രശ്നം? That this exposure to NO inhibits the metabolic activities in plants and leads to decrease in photosynthesis. ഫോട്ടോസിന്തസിസിൻ്റെ എബിലിറ്റി കുറയും. ഫോട്ടോസിന്തസിസ് വളരെ ഇമ്പോർട്ടൻസ് ആണ് പ്ലാന്റ്സിൽ അല്ലേ. അപ്പോൾ ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കൂടുതലാവുമ്പോൾ ദാറ്റ് വിൽ ഡിക്രീസ് ദ ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി ആൻഡ് ഇറ്റ് വിൽ ഡാമേജ് ദ പ്ലാന്റ് ലീവ്സ്. പ്ലാന്റ് ലീവ്സിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. ആൻഡ് റിട്ടാർഡ് ഫോട്ടോസിന്തസിസിനെ റിട്ടാർഡ് ചെയ്യും. ആൻഡ് സപ്പോസ് ദ ഗ്രോത്തിനെ സപ്രസ് ചെയ്യും. ചെടികളൊന്നും വളരില്ല. സോ ദാറ്റ് വിൽ എഫക്ട് ദ പ്ലാന്റ്സ് ഓൾസോ. ഡിക്രീസ് ദ ഫോട്ടോസിന്തസിസ്, ഇറ്റ് വിൽ എഫക്ട് ദ പ്ലാന്റ് ലീവ്സ് ആൻഡ് ഇറ്റ് വിൽ സപ്രസ് ദ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. ആൻഡ് പ്ലാന്റിനനുസരിച്ചിട്ട് തന്നെ നമ്മളുടെ ഈ NO2 ഈസ് ഹാംഫുൾ ടു വേരിയസ് ടെക്സ്റ്റൈൽസ്. ആൻഡ് നമ്മൾ തുണികളിലൊക്കെ നമുക്കറിയാലോ ആസിഡ് റെയിൻ കാരണം ടെക്സ്റ്റൈൽസിലൊക്കെ അതിനെ ഡാമേജ് ചെയ്യിക്കും. ദെൻ മെറ്റൽസിനൊക്കെ അത് ഡാമേജ് ചെയ്യിക്കും. സോ നൈട്രിക് ഓക്സൈഡ് നമുക്ക് പ്രോബ്ലം ഉണ്ടാക്കുന്നു, ഫോട്ടോകെമിക്കൽ സ്മോഗ് ഉണ്ടാക്കുന്നു, പ്ലാന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നു, ആൻഡ് ഇറ്റ് വിൽ എഫക്ട് ദ ടെക്സ്റ്റൈൽസ് ആൻഡ് മെറ്റൽസ്. സോ ദാറ്റ് ഈസ് ദ ഹാംഫുൾ എഫക്ട്സ് ഓഫ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ. So we learn about air pollution by oxides of carbon, air pollution by oxides of nitrogen. Next, air pollution by oxides of sulfur. SO2, sulfur dioxide, and SO3, sulfur trioxide are the major oxides of sulfur responsible for air pollution. And these are formed from burning of fossil fuels കണ്ടെയ്നിങ് സൾഫർ ഉള്ള ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഓക്സൈഡ്സ് ഓഫ് സൾഫർ ഉണ്ടാവുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ഫ്രം തെർമൽ പവർ പ്ലാന്റ്സിൽ നിന്നും ഈ സൾഫറിൻ്റെ ഓക്സൈഡ്സ് ലാർജ് എമൗണ്ട് ആയിട്ട് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ വരുന്നുണ്ട്. ഓക്കെ, തെർമൽ പവർ പ്ലാന്റ്സ്. ദെൻ വേരിയസ് ഇൻഡസ്ട്രീസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊഡക്ഷൻ ഓഫ് ഓക്സൈഡ്സ് ഓഫ് സൾഫർ. നമുക്ക് അതിൻ്റെ ഫോർമേഷൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. S+O2 gives SO2. SO2 + O2 gives 2SO3. ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. നിങ്ങൾ ഇത്ര മാത്രം പഠിച്ചാൽ മതി. സൾഫർ ഈസ് ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ബൈ ദ ബേണിംഗ് ഓഫ് ഫോസിൽ ഫ്യൂൽ കണ്ടെയ്നിങ് സൾഫർ. ഇറ്റ് ഓൾസോ ഫോംഡ് ഫ്രം തെർമൽ പവർ പ്ലാന്റ്സ് ആൻഡ് വേരിയസ് ഇൻഡസ്ട്രീസ്. ആൻഡ് ദിസ് ഈസ് ദ ഫോർമേഷൻ. ആൻഡ് ഓൾസോ ദേ ആർ ഫോംഡ് ഫ്രം ഓട്ടോമൊബൈൽ എക്സോസ്റ്റിൽ നിന്നും വേരിയസ് എമൗണ്ട് ഓഫ് സൾഫർ ഓക്സൈഡ്സ് നമ്മൾ അറ്റ്മോസ്ഫിയറിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. Next we can check what are the harmful effects. The inhalation of SO2 and SO3 with small amounts can cause different effects.
ആൻഡ് ഇറ്റ് ക്യാൻ കോസ് ഇറിറ്റേഷൻ ടു ഐസിന് ഇറിറ്റേഷൻസ് വരാം. ആൻഡ് ഡാമേജ് ടു ദ റെസ്പിറേറ്ററി ട്രാക്ക്, നമ്മുടെ ശ്വസന വ്യവസ്ഥയിലുള്ള റെസ്പിറേറ്ററി ട്രാക്കിനെ അത് എഫക്റ്റ് ചെയ്യും. ആൻഡ് ദാറ്റ് മേ ലീഡ്സ് ടു കഫ്, നമുക്ക് ചുമ വരാം, ചോക്കിങ് വരാം. സോ ദിസ് ഈസ് ദ harmful എഫക്ട്സ്. ആൻഡ് ദ ഇൻഹലേഷൻ ഓഫ് SO2 അറ്റ് 5 ppm വരെയൊക്കെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുകയാണ് ഒരു മണിക്കൂറൊക്കെ എങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു കൺസ്ട്രക്ഷൻ ഇൻ ദ ബ്രോങ്കിയൽ ട്യൂബ്. ബ്രോങ്കിയൽ ട്യൂബിന് തടസ്സം അനുഭവപ്പെട്ട് നമുക്കൊരു റെസ്പിറേറ്ററി നമുക്കൊരു എന്താ പറയുക ബുദ്ധിമുട്ട്, ശ്വാസം മുട്ടലൊക്കെ അനുഭവപ്പെടാം. ഓക്കെ, ഒരു 10 ppm മുകളിലാണ് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് വിൽ കോസ് റെസ്പിറേറ്ററി ഡിസ്ട്രസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസിന് കാരണമാവാം. ആൻഡ് ബ്രോങ്കൈറ്റിസ്, ഹയർ ലെവൽ മേ ബ്രിങ്സ് ടു ബ്രോങ്കൈറ്റിസ്, ആസ്മയ്ക്ക് കാരണമാവും. ദെൻ ലങ് ക്യാൻസർ, എല്ലാത്തിനും ഏകദേശം ഒന്നെ എഴുതി വയ്ക്കുക കേട്ടോ, കാരണം മറ്റേ കാര്യങ്ങളൊക്കെ ഇതന്നെയാണ് എല്ലാത്തിൻ്റെയും ഒരു എഫക്റ്റ്. ലങ് ക്യാൻസർ ഉണ്ടാക്കും. ആൻഡ് എല്ലാത്തിലും എഴുതാം ഹൈ എമൗണ്ട് മേ ലീഡ്സ് ടു ഡെത്ത്. ഓക്കെ, ഇറിറ്റേഷൻ ടു ഐ, റെസ്പിറേറ്ററി ട്രാക്കിനെ എഫക്റ്റ് ചെയ്യും. കഫ്, ചോക്കിങ്, ബ്രോങ്കിയൽ പ്രോബ്ലംസ്, റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ആസ്മ, ലങ് ക്യാൻസർ ആൻഡ് ഹൈ കോൺസെൻട്രേഷൻ ലീഡ്സ് ടു ഡെത്ത്. ദെൻ നമ്മളവിടെ ഫോട്ടോ കെമിക്കൽ സ്മോഗ് പറഞ്ഞ പോലെ സൾഫറിൻ്റെ ഓക്സൈഡ്സ് കൊണ്ട് ഉണ്ടാകുന്ന സ്മോഗാണ് സൾഫ്യൂറസ് സ്മോഗ്. ഇറ്റ് ലീഡ്സ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് സൾഫ്യൂറസ് സ്മോഗ്. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ലണ്ടൻ സ്മോഗ് എന്നാണ് ഇതിന്. മറ്റേത് ലോസ് ഏഞ്ചലസ് ആണെങ്കിൽ ഇത് ലണ്ടൻ സ്മോഗ് എന്ന് പറയുന്നു. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂ ടു ഇറ്റ്സ് എക്സിസ്റ്റൻസ് ഇൻ ദ ഇയർ 1952. 1952 ലണ്ടനിലാണ് ആദ്യമായിട്ടത് കണ്ടത്. സോ ഇറ്റ് ഈസ് ടേംഡ് ആസ് സൾഫ്യൂറസ് സ്മോഗ്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഓക്സൈഡ്സ് ഓഫ് സൾഫർ കാരണം, മറ്റേത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ കാരണമുള്ളത്. ഇതിനെപ്പറ്റി നമ്മൾ കൂടുതൽ പഠിക്കും. ഓക്കെ, ദെൻ ഓൾസോ ഇറ്റ് കോസസ് ആസിഡ് റെയിൻ. അവിടെ നൈട്രിക് ആസിഡ് ഉണ്ടായി പറഞ്ഞ പോലെ ഇവിടെ ആരാ ഉണ്ടാവുക? സൾഫ്യൂരിക് ആസിഡ്സ്. നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ SO ഉണ്ടെങ്കിൽ H2SO4 സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാവും. ദാറ്റ് മീൻ ലീഡ്സ് ടു ആസിഡ് റെയിനിന് കാരണമാവും. ദെൻ ഇറ്റ് വിൽ എഫക്ട്സ് പ്ലാന്റ്സ് ഓൾസോ. പ്ലാന്റ്സിനെ അത് എഫക്റ്റ് ചെയ്യും. Then it will affect plants also. They will absorbed through the stomata. പ്ലാന്റ്സിലുള്ള ലീവ്സിലുള്ള സ്റ്റൊമാറ്റ വഴി ഇത് പ്ലാന്റിലേക്ക് എൻ്റർ ചെയ്യും. എന്നിട്ട് ലീവ്സിൻ്റെ മീസോഫില്ലിലേക്ക് എൻ്റർ ചെയ്തിട്ട് അതിനെ സെല്ലിനെ ഇനാക്റ്റീവ് ആക്കും. ലീവ്സിലുള്ള സെല്ല് ഇനാക്റ്റീവ് ആക്കും. അപ്പോൾ എന്തുണ്ടാവും? ടിഷ്യൂ കൊളാപ്സ് വരും എന്നാണ് പറയുക. ബോട്ടണിക്കാർക്ക് നന്നായിട്ട് അറിയുണ്ടാവും. ടിഷ്യൂ കൊളാപ്സ് നടക്കും. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു ബ്ലീച്ചിങ് ഓഫ് ലീവ്സ് എല്ലാം ബ്ലീച്ചായി പോകും. ബ്ലീച്ചിങ് ഓഫ് ലീവ്സ്. ദെൻ ഡോർഫനിങ്, കുട്ടിക്കുഞ്ഞന്മാരായി മാറും ലീവ്സും പ്ലാന്റ്സൊക്കെ. സ്റ്റിഫ്നെസ്, ഫ്ലവർ ബഡ്സൊക്കെ സ്റ്റിഫ്നെസ് വരും. സ്റ്റിഫ്നെസ് ഓഫ് ഫ്ലവർ ബഡ്സ് ആൻഡ് ഈവൻ ദ ഡിസ്ട്രക്ഷൻ ഓഫ് പ്ലാന്റ്സ്. സോ ഇറ്റ് വിൽ എഫക്ട്സ് ദ പ്ലാന്റ്സ് ഓൾസോ. ഇറ്റ് വിൽ എൻ്റർ ത്രൂ ട്രോമാറ്റ ഇൻ ടു ദി mesophil of the cell and mesophil of the leaves, and it will distract the cell action and can cause bleaching of leaves, dwarfing, stiffness of flower buds and also the destruction of plants. So these are the harmful effects. Like humans harmful effect നമ്മുടെ സൾഫ്യൂറസ് സ്മോഗ് ആസിഡ് റെയിനിന് കാരണമാകുന്നു. പ്ലാന്റ്സിനെയൊക്കെ എഫക്റ്റ് ചെയ്യും. ഏകദേശം എല്ലാം ഒന്ന് പഠിച്ചിട്ട് ഒരുപോലെ എഴുതി വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. ഓഫ് കാർബൺ, നൈട്രജൻ, സൾഫർ പഠിച്ചു. ഇനി നമുക്ക് എയർ പൊല്യൂഷൻ ബൈ ഹൈഡ്രോ കാർബൺസ്. ഇത് ഇമ്പോർട്ടൻസ് ആണ്. ഹൈഡ്രോ കാർബൺസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോള്, ഡീസലൊക്കെ അല്ലേ കുട്ടികൾ, അതൊക്കെ ഒരു മിക്സ്ചർ ഓഫ് ഹൈഡ്രോ കാർബൺസ് ആണ്. അതിൽ ഹൈഡ്രജനും കാർബണും മാത്രമുള്ളവരാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ LPG, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അത് ബ്യൂട്ടൈൻ, പ്രൊപ്പൈൻ എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മിക്സ്ചറാണ്. അതാണ് ഹൈഡ്രോ കാർബൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹൗ ദേ ആർ ഫോംഡ് ഇൻ ദ അറ്റ്മോസ്ഫിയർ, ദെയർ ഫോർമേഷൻ. They are enter into the atmosphere through unburned fuel. ഈ ഹൈഡ്രോ കാർബൺസ് നമ്മൾ ബേൺ ചെയ്യുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമായിട്ട് മാറും. അപ്പോഴാണ് ഓട്ടോമൊബൈൽ വെഹിക്കിൾ, അങ്ങനെ ഇന്ധനം കത്തിയിട്ടാണല്ലോ വാഹനങ്ങൾ ഓടുന്നത്. അപ്പോൾ ഈ ഹൈഡ്രോ കാർബൺസ് കത്തുമ്പോഴാണ് വാട്ടറും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാകുന്നത്. അപ്പോൾ അൺബേൺഡായി കിടക്കുന്ന ഫ്യൂവൽ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലേക്ക് നേരെ അങ്ങോട്ട് എൻ്റർ ചെയ്യും അല്ലേ. സോ അൺബേൺഡ് ഫ്യൂവൽ ഫ്രം ഓട്ടോമൊബൈൽസ്. അങ്ങനെയാണ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലെ ഹൈഡ്രോ കാർബൺസ്. അൺബേൺഡ് ഫ്യൂവൽ ഫ്രം ഓട്ടോമൊബൈൽസ്. ദെൻ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവോപ്പറേറ്റ് ചെയ്യും. ഇവരുടെയൊക്കെ പ്രത്യേകത പെട്രോളും ഡീസലൊക്കെ ഇവോപ്പറേറ്റ് ചെയ്ത് പോവില്ലേ. സോ ദ ഇവോപ്പറേഷൻ ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദ ഓട്ടോമൊബൈൽ.
ഓട്ടോമൊബൈലിൻ്റെ വേരിയസ് പാർട്സ് എന്നത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുമ്പോഴും നമ്മൾ അറ്റ്മോസ്ഫിയറിൽ അത് കണ്ടാമിനേറ്റ് ചെയ്യും. ദെൻ ബൈ ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ, കത്തി തീർന്നാൽ മൊത്തമായി കത്തിക്കഴിഞ്ഞു വെച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായി മാറും. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ ബാക്കി അവിടെ കിടക്കും അല്ലേ. ഇൻകംപ്ലീറ്റ് കമ്പസ്റ്റൻ ഓഫ് കോള്, വുഡ്, ഇതൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ട് കമ്പസ്റ്റൻ നടക്കുമ്പോൾ അത് ഹൈഡ്രോ കാർബൺസ് ഉണ്ടായിരിക്കും. ദെൻ റിഫൈനിങ് ഓഫ് പെട്രോളിയം ഇൻഡസ്ട്രിയിൽ ഓരോന്നിനെ റിഫൈൻ ചെയ്തിട്ടാണ് പെട്രോളും ഡീസലൊക്കെ. അപ്പോൾ റിഫൈനിങ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ ഈ ഹൈഡ്രോ കാർബൺസ് നമ്മളുടെ അറ്റ്മോസ്ഫിയറിലേക്ക് എൻ്റർ ചെയ്യും. പിന്നെ ലീക്കേജ്, വേറൊരു ലീക്കേജ് ചെയ്യുക, സോൾവെൻറ്റുകളൊക്കെ നമ്മൾ ലീക്കേജ് ചെയ്താൽ, ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ സോൾവെൻറ്റ് ലീക്കേജ് നടന്നു വെച്ചാൽ അത് ഹൈഡ്രോ കാർബൺസ് ഒക്കെ നമ്മളുടെ ഇതിലേക്ക് വരും. ഓക്കെ, സോ ദേ ആർ മേജർ ഹെൽത്ത് ഹസാർഡ്സ് ടു വുമൺ ബിക്കോസ് ദേ വിൽ, അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ എഫക്റ്റ് ദ മ്യൂക്കസ് മെംബ്രെയിൻ. നേരത്തെ പറഞ്ഞ മ്യൂക്കസ് മെംബ്രെയിനെ അത് എഫക്റ്റ് ചെയ്യും. റെസ്പിറേറ്ററി പ്രോബ്ലംസ്, നമുക്ക് ശ്വാസം മുട്ടൽ പോലുള്ള റെസ്പിറേറ്ററി പ്രോബ്ലം, ചുമ, കഫൊക്കെ ഉണ്ടായിരിക്കും. ദെൻ ഹയർ എമൗണ്ടിനെ നമുക്ക് ഒരിക്കലും സഫോക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ആൻഡ് ദീസ് ആർ കാർസിനോജനിക് ഇൻ നേച്ചർ, ഹൈലി കാർസിനോജനിക് ആണ്. ദാറ്റ് മീൻസ് ദാറ്റ് മേ ലീഡ്സ് ടു ക്യാൻസറിന് കാരണമാവാം. പിന്നെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പഠിച്ചില്ലേ, ഫോട്ടോ കെമിക്കൽ സ്മോഗ്, ലോസ് ഏഞ്ചൽ, അതെവിടെയാണ് പഠിച്ചത്, ഓർമ്മ ഉണ്ടോ? ഓക്സൈഡ്സ് ഓഫ് നൈട്രജനിൽ അല്ലേ. അപ്പോൾ ആ ഫോട്ടോ കെമിക്കൽ സ്മോക്കിൽ നമ്മൾ പഠിച്ചു നൈട്രജൻ്റെ ഓക്സൈഡ് ഹൈഡ്രോ കാർബണുമായിട്ട് കമ്പൈൻ ചെയ്യുന്ന പറഞ്ഞില്ലേ. അപ്പോൾ ഹൈഡ്രോ കാർബൺസ് നമ്മൾ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ അത് ഓക്സൈഡ്സ് ഓഫ് നൈട്രജനായിട്ട് കമ്പൈൻ ചെയ്ത് ഫോട്ടോ കെമിക്കൽ സ്മോഗ് ഉണ്ടാക്കും. അതിൻ്റെ പ്രശ്നങ്ങൾ നമ്മളിനി പഠിക്കാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ആൻഡ് ഇറ്റ് വിൽ എഫക്റ്റ് പ്ലാന്റ്സ് ഓൾസോ, പ്ലാന്റിനെയും അത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ലീഫ് ടിഷ്യൂസിനെയൊക്കെ അത് ഡാമേജ് ചെയ്യും. ഇറ്റ് വിൽ ഡാമേജ് ലീഫ് ടിഷ്യൂസ് ആൻഡ് ഷെഡിങ് ഓഫ് ലീവ്സ് എല്ലാം ഷെഡഡ് ആയിപ്പോവും. ഷെഡിങ് ഓഫ് ലീവ്സ് ആൻഡ് ഇൻഹിബിഷൻ ഓഫ് ദെയർ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഇൻഹിബിഷൻ ഓഫ് ദെയർ ഗ്രോത്ത് സപ്രസ് ചെയ്യിക്കും. ഓക്കെ, ആൻഡ് ഏജനിങ് ലീഫിലൊക്കെ, അതായത് പ്ലാന്റ്സിലൊക്കെ ഏജിനിങ്, ഇതെല്ലാം തന്നെയാണ് നമ്മൾ എല്ലാത്തിലും പഠിച്ചത് അല്ലേ. സോ ദാറ്റ് വിൽ എഫക്ട് ദ പ്ലാന്റ്സ് ഓൾസോ. ലീഫിനെ എഫക്റ്റ് ചെയ്യും, അതിൻ്റെ ലീഫ് സെല്ലിനെ എഫക്റ്റ് ചെയ്യും, ഡാമേജ് ചെയ്യിക്കും, ഷെഡിങ് ഓഫ് ലീവ്സ് വരും, ഗ്രോത്തിനെ സപ്രസ് ചെയ്യും, അങ്ങനെ ഏജിങ്ങിനൊക്കെ കാരണമാവും. സോ ദാറ്റ് ഇസ് അബൌട്ട് ദി എയർ പൊല്യൂഷൻ ബൈ ഹൈഡ്രോ കാർബൺ. ഇങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. ഹാംഫുൾ എഫക്ട്സ് നമ്മൾ പഠിച്ചു, ഹാംഫുൾ എഫക്ട്സ് ഇൻ പ്ലാന്റ്സ്. സോ ലാസ്റ്റ് സെക്ഷൻ ദ എയർ പൊല്യൂഷൻ ബൈ പെർട്ടിക്കുലേറ്റ്സ്. എന്താ പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ സോളിഡ് പാർട്ടിക്കിൾസ്, സ്മോൾ സസ്പെൻഡഡ് സോളിഡ് പാർട്ടിക്കിൾസ്. ഈ പൊടി പടലങ്ങൾ, പുക, അതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർട്ടിക്കുലേറ്റ്സ് മാറ്റർ. ദീസ് ആർ ദ സ്മോൾ സോളിഡ് പാർട്ടിക്കിൾസ് ആൻഡ് ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്. ചെറിയ ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ്, അതിൻ്റെ കോമ്പിനേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ ടു ടൈപ്സ്, വയബിൾ particulates and non-viable particulates. Viable particulates and non-viable particulates. Viable particulates എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മളുടെ ഈ വൈറസുകൾ, പലതരം ബാക്ടീരിയ ഫംഗി അങ്ങനെയുള്ളവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൽഗെ ഇവരെയാണ് വയബിൾ പെർട്ടിക്കുലേറ്റ്സ്. അപ്പോൾ എന്തുണ്ടാവും, ഇത് അറ്റ്മോസ്ഫിയറിൽ വന്നു വെച്ചാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു വേരിയസ് ഡിസീസസ്. ഇപ്പോൾ നമുക്കറിയാമല്ലേ, കൊറോണ അതുപോലെയുള്ള വൈറസുകളൊക്കെ അറ്റ്മോസ്ഫിയറിൽ വന്നു വെച്ചാൽ ദാറ്റ് വിൽ ലീഡ്സ് ടു സം ഡിസീസസ്. ദാറ്റ് ആർ വയബിൾ പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറയും. നോൺ വയബിൾ പെർട്ടിക്കുലേറ്റ്സ് മീൻസ് സ്മോക്ക്, പുക അല്ലേ, സ്മോക്ക്, ഡസ്റ്റ്, ചെറിയ പൊടി പടലങ്ങൾ, ദെൻ മിസ്റ്റ്, മൂടൽ മഞ്ഞു പോലുള്ള മിസ്റ്റ്, ഫ്യൂംസ്, പുകപടലങ്ങൾ, ഇതിനെല്ലാം നോൺ വയബിൾ പെർട്ടിക്കുലേറ്റ്സ് എന്ന് പറയും. അപ്പോൾ വയബിൾ പെർട്ടിക്കുലേറ്റ്സ് ഉണ്ട്, നോൺ വയബിൾ പെർട്ടിക്കുലേറ്റ്സ് ഉണ്ട്. സോ ദാറ്റ് വിൽ സീരിയസ്ലി എഫക്റ്റ് എയർ ആൻഡ് വിൽ ലീഡ്സ് ടു എയർ പൊല്യൂഷന് കാരണമാവുന്നു ആൻഡ് ദാറ്റ് ലീഡ്സ് ടു മെനി ഹെൽത്ത് പ്രോബ്ലംസ്. ഈ ഓട്ടോമൊബൈൽസ് ഒക്കെ വേരിയസ് ഹൈഡ്രോ കാർബൺസ് പറഞ്ഞില്ലേ, അപ്പോൾ അതിൻ്റെ ചെറിയ ഡ്രോപ്ലെറ്റ്സ് ഒക്കെ നമ്മളുടെ ഈ അറ്റ്മോസ്ഫിയറിൽ വരും. സോ ദാറ്റ് വിൽ ഇറിറ്റേറ്റ് അവർ ഐസ്, നോസ്. ദെൻ നമുക്ക് ആ ബ്രീത്തിങ് പ്രോബ്ലം എല്ലാം എഴുതി വയ്ക്കാം. ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടായിരിക്കും, ഹൈലി ടോക്സിക് ആയിരിക്കും അതൊക്കെ. പിന്നെ പറയുന്നത് ലെഡിൻ്റെ കമ്പോണൻസ്. ഈ പെട്രോളിൽ ലെഡ് ഉണ്ടായിരിക്കും. ഇപ്പം അൺലെഡഡ് പെട്രോളാണ് ഉപയോഗിക്കുന്നത്. ആൻറ്റിനോക്ക് ഏജൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ ലെഡിനെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലെഡഡ് പെട്രോളൊക്കെ ലെഡിനെ അറ്റ്മോസ്ഫിയറിലേക്ക് കടത്തിവിടും ആൻഡ് ദാറ്റ് വിൽ ലീഡ്സ് ടു
വളരെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ലെഡ് കോമ്പൗണ്ട്സ്. അത് ഈ എക്സോസ്റ്റിൽ ഗ്യാസിൽ വരുന്നതാണ് ഈ ലെഡ്. ആൻഡ് ദാറ്റ് വിൽ ഹാംഫുൾ ടു ചിൽഡ്രൻ, ദാറ്റ് ഈസ് ബ്രെയിൻ ഡാമേജിനും ക്യാൻസറിനൊക്കെ കാരണമാവും. ബ്രെയിൻ ഡാമേജ് ആൻഡ് ക്യാൻസർ. സോ ലെഡ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ലീഡ്സ് ടു ബ്രെയിൻ ഡാമേജ് ആൻഡ് ക്യാൻസർ. പിന്നെ നമുക്കറിയാം ഈ ആസ്ബസ്റ്റോസിൻ്റെയൊക്കെ എന്താ പറയുക, ആസ്ബസ്റ്റോസ് ഡസ്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അത് വളരെ പ്രശ്നക്കാരനാണ്. ദാറ്റ് വിൽ ലീഡ്സ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്. നോക്കൂ, അതൊക്കെ നമുക്ക് ശ്വസിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു ബ്രീത്തിങ് ഡിഫിക്കൽറ്റി അനുഭവപ്പെടും അല്ലേ. സോ ദാറ്റ് വിൽ ലീഡ്സ് ടു റെസ്പിറേറ്ററി പ്രോബ്ലംസ്, ബ്രീത്തിങ് ട്രബിൾ ആൻഡ് ഇവൻച്വലി ദാറ്റ് മേ ലീഡ്സ് ടു ലങ് ക്യാൻസറിന് വരെ അത് കാരണമാവും ആസ്ബസ്റ്റോസ് ഡസ്റ്റ് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ കൂടുമ്പോൾ. പിന്നെ നമുക്കറിയാം ഫ്ലൈ ആഷ് കേട്ടിട്ടില്ലേ, വേരിയസ് ഇൻഡസ്ട്രീസിൽ നിന്നൊക്കെ വരുന്ന പുകപടലങ്ങൾ, ഫ്ലൈ ആഷ്. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ ലീഡ്സ് ടു ലങ് ഡിസോർഡേഴ്സിന് കാരണമാവും. ഇങ്ങനെ ബാക്കിയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും അതിന്. ദെൻ വേറെ ഇമ്പോർട്ടൻ്റ് ആണ് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോകാർബൺസ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഉണ്ട്. പോളിസൈക്ലിക് അരോമാറ്റിക് നിങ്ങൾ പഠിച്ചാൽ PAH എന്ന് പഠിച്ചാൽ മതി. പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ, ഇവരെല്ലാം ഭയങ്കര കാർസിനോജനിക് ആണ് കേട്ടോ. കാർസിനോജനിക്, ക്യാൻസർ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ പർട്ടിക്കുലർ മാറ്റർ നമ്മുടെ അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിലും ദാറ്റ് വിൽ ലീഡ്സ് ടു വേരിയസ് ഹാംഫുൾ എഫക്ട്സ് ലൈക്ക് നമുക്ക് പറയാം ഇറിറ്റേഷൻ ടു ഐ, നോയ്സ്, ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. ലെഡ് ഉണ്ടെങ്കിൽ ചിൽഡ്രനെ ബാധിക്കും, അത് ബ്രെയിൻ ഡാമേജും ക്യാൻസറിന് കാരണമാവും. ആസ്ബസ്റ്റോസ് ഡസ്റ്റ് പൊടിപടലങ്ങൾ ഉണ്ടാകുമ്പോൾ റെസ്പിറേറ്ററി പ്രോബ്ലംസും ലങ് ക്യാൻസറിനും കാരണമാവുന്നു. ഫ്ലൈ ആഷും ലങ് ഡിസോർഡറിന് കാരണമാവുന്നു. ആൻഡ് PAH ദ പ്രസൻസ് ഓഫ് PAH ഇൻ ദ അറ്റ്മോസ്ഫിയർ ലീഡ്സ് ടു ക്യാൻസർ. ഓക്കെ, സോ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എയർ പൊല്യൂട്ടൻസും അവരുടെ എഫക്റ്റും.